അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലെ റീൽസിലെ ഒരു മ്യൂസിക് വെച്ചുള്ള ഒരു നൈസ് ആയ ഒരു അടിപൊളി ഫീൽ ഗുഡ് ടൈപ്പിലുള്ള ഒരു ട്രാവൽ റീൽസിന്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഈ ഒരു സോങ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസിന് അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാടായിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു റീൽ വീഡിയോ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വലിയ റിസ്ക് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു ട്യൂട്ടോറിയലിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, കാരണം ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് നമ്മുടെ ചാനൽ കൂടുതലായി ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ട്രാവൽ വീഡിയോ ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു 13 വീഡിയോ ക്ലിപ്സ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ക്ലിപ്സിലാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് താഴത്തെ ടൂൾ ബോക്സിൽ റേഷ്യോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോന്റെ ആസ്പെക്ട് റേഷ്യോ 9:16 സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് മോഡലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 16:9 കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോന്റെ ആസ്പെക്ട് റേഷ്യോ നമ്മളവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യലാണ്. അപ്പോൾ അതിനായി താഴത്തെ ഒരു ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്. അപ്പോൾ മ്യൂസിക് നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള 13 ക്ലിപ്സിന് നമ്മൾ സ്ലോമോ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ സ്ലോമോ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് താഴത്തെ ടൂൾ ബോക്സിലെ സ്പീഡ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നോർമൽ ടൈപ്പിൽ സ്ലോമോ ആഡ് ചെയ്യുക, കർവ് രൂപത്തിൽ നിങ്ങൾക്ക് സ്ലോമോസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിൽ നിങ്ങളുടെ വീഡിയോസിന് സ്യൂട്ട് ആയിട്ടുള്ള ടൈപ്പിൽ നിങ്ങൾ ഈ ഒരു 13 ക്ലിപ്സിന് നിങ്ങളവിടെ സ്ലോമോ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തുള്ള ഒരു 13 ക്ലിപ്സിനും സ്ലോമോസ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലോമോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തുള്ള ഒരു മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ 13 വീഡിയോസിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ട്രിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ പറയുന്നത് കറക്റ്റ് ആ മ്യൂസിക്കിന്റെ ബീറ്റ് അനുസരിച്ചിട്ട് വീഡിയോസിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഇതിലേക്ക് താഴത്തെ ടൂൾ ബോക്സിൽ ഓവർലേ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഓവർലേ ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ചെറുതാക്കി ഞാൻ സ്ക്രീനിങ് കാണിക്കുന്ന പോലെ ആ ഒരു വീഡിയോ ഒന്ന് മേലേക്ക് നീക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വൈറ്റ് ലൈൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കുമ്പോൾ നമ്മൾ ഓവർലേ ആക്കിയിട്ട് വെച്ചിട്ടുള്ള വീഡിയോന്റെ ക്ലിപ്പ് എവിടെ വെച്ചിട്ടാണ് മാറുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ ഒറിജിനൽ ആയിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്പിന്റെ വീഡിയോ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു മേലത്തെ വീഡിയോയിൽ എവിടെയൊക്കെ വെച്ചിട്ടാണ് വീഡിയോസ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തുള്ള ക്ലിപ്സുകളുടെ ഡ്യൂറേഷൻ നിങ്ങൾ അതേ സെയിമിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോമോ ചെയ്തതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കിട്ടും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ ആ ഒരു മേലത്തെ വീഡിയോ എവിടെ വെച്ചിട്ടാണ് അടുത്ത ക്ലിപ്പ് വരുന്നത് അവിടെ വെച്ചിട്ട് നിങ്ങൾ നമ്മൾ ആഡ് ചെയ്തുള്ള വീഡിയോ സ്പ്ലിറ്റ് ചെയ്യുക, ബാക്കി പോർഷൻ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ ക്ലിപ്സിന്റെ ഡ്യൂറേഷൻ നമ്മൾ കറക്റ്റ് മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ സ്ലോമോ കൊടുത്തിട്ടുള്ള സ്ലോമോ എല്ലാ വീഡിയോസിന്റെയും സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് പോയി കഴിഞ്ഞാൽ താഴെ മേക്ക് ഇറ്റ് സ്മൂത്തർ എന്നുള്ള ഒരു ഓപ്ഷൻ അത് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ബെറ്റർ ക്വാളിറ്റി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോ അവിടെ ആഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാ വീഡിയോസിനും ഈ സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോ നിങ്ങളോട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത എല്ലാ ക്ലിപ്സിനും അവിടെ സ്ലോമോ കൊടുത്തിട്ട് ആ സ്ലോമോ ഒക്കെ കറക്റ്റ് പക്കായിട്ട് സ്മൂത്ത് ആയിട്ട് സ്ലോമോയിലേക്ക് ഇവിടെ മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോന്റെ ഒരു സ്ട്രക്ചർ ഇപ്പോൾ ഫുൾ നമ്മളിവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ഇനി ഇതിലേക്ക് ചെറിയൊരു കളർ ഗ്രേഡിന് വേണ്ടി നമ്മൾ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സ്കൈയിലേക്ക് ഒരു ഗ്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയ ട്രാൻസിഷൻ്റെ ഒരു എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ താഴത്തെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഈ ഒരു പറഞ്ഞതൊക്കെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന എഫക്ട്സ് കാര്യങ്ങളൊക്കെയാണ് റീൽസുകളിൽ. അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് ട്രാൻസിഷൻ എഫക്റ്റ് ആണ്. അപ്പോൾ ഈ ട്രാൻസിഷൻ എഫക്റ്റ് ആണ് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വീഡിയോസിന്റെ ഓരോ വീഡിയോസിന്റെ ഇടയിലായിട്ട് കാണുന്ന ഒരു വൈറ്റ് ബോക്സ്. ആ ഒരു വൈറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ട്രാൻസിഷന്റെ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ വീഡിയോസിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗത്തേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ട്രാൻസിഷൻ എഫക്റ്റ് പറഞ്ഞപ്പോൾ കുറച്ച് എല്ലാ റീൽസിലേക്ക് എല്ലാവരും യൂസ് ചെയ്തിട്ട് ഈ ഒരു CapCut ഈ ട്രാൻസിഷനൊക്കെ ഒരുപാട് ട്രെൻഡ് ഔട്ട് ആയിട്ടുണ്ട്. അതിൽ കുറെ എണ്ണം കണ്ടാൽ തന്നെ തോന്നുന്നത് CapCut എഡിറ്റ് ആണെന്ന്. അപ്പോൾ വേറൊരു മോഡൽ ഒരു എഫക്റ്റ് ഉണ്ട്, ഒരു ബ്ലർ കൂടെ ഒരു ഷേക്ക് കൂടി ആയിട്ടുള്ള ഒരു ചെറിയൊരു എഫക്റ്റ്. ആ ഒരു എഫക്റ്റ് ആണ്
ഞാനിവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്യാപ്കട്ട് ഒരു വൈറ്റ് ബോക്സ് തന്നെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർലേ ആക്കിയിട്ട് ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ഒരു ഫിലിം ബാൻഡ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതൊന്നും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ഒരു വൈബ്രേഷൻ ആയിട്ടുള്ള ഒരു സൂമിങ്ങിന്റെ എഫക്റ്റ് ആണ്, ചെറിയൊരു ബ്ലറൊക്കെ കൂടിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ബോക്സിൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയിട്ട് അതിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എന്നുള്ളതിൽ നിങ്ങൾക്ക് അവിടെ ഒബ്ലിക്ക് ബ്ലർ പറഞ്ഞ ഒരു എഫക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിന് ലെയർ കറക്റ്റ് വൈറ്റ് ബോക്സിന്റെ ഒരു കുറച്ച് ഭാഗം നമ്മളെ ഒന്നാമത്തെ വീഡിയോനെ എൻഡിക്കും, കുറച്ച് ഭാഗം രണ്ടാമത്തെ വീഡിയോനെ സ്റ്റാർട്ടിങ് ആവുന്ന രീതിക്ക് കറക്റ്റ് ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ നിങ്ങളൊരു ഒബ്ലിക് ബ്ലറിന്റെ ഒരു ലെയർ ആ ഒരു എഫക്റ്റിന്റെ ലെയർ നിങ്ങൾ ഇതേപോലെ ഞാൻ സ്ക്രീൻ കാണിച്ച പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ സൈഡിൽ ഒരു അപ്ലൈറ്റ് വാൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ നടുവിലും അതിന്റെ സ്റ്റാർട്ടിലും അതിന്റെ എൻഡിലും നിങ്ങളൊരു കീ ഫ്രെയിം കൊടുത്തിട്ട് അതിലെ നടുവിലെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് അതിന് 2 അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ അടുത്ത എഫക്റ്റ് ആയിട്ട് നിങ്ങൾ ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്തിട്ട് കറക്റ്റ് അതിന്റെ ഒരു ലെയറിന്റെ ഡ്യൂറേഷൻ പറയുന്നത് നമ്മൾ നേരത്തെ ഒബ്ലിക് ബ്ലറിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ഒരു 9, 10, 5 റേഞ്ചിൽ നിങ്ങൾ 2 ഇട്ട് കൊടുക്കുക, സ്പീഡും ഇന്റൻസിറ്റിയും. അപ്പോൾ ചെറിയൊരു വൈബ്രേറ്റ് ആയിട്ടുള്ള ഷെയ്ക്ക് എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പല റീൽസിലും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സ്ക്രീനിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ വൈറ്റ് ബോക്സിന്റെ അടിയിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഈ ഒരു എഫക്റ്റും കുറച്ച് നിങ്ങൾക്ക് ഓവർലേ എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ഒരു എഫക്റ്റ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എല്ലാ വൈറ്റ് ബോക്സിന്റെ അടിയിലേക്ക് അവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ്റെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണത്, ഇനി നമ്മളൊരു ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പിലേക്ക് നമുക്ക് ചെറിയൊരു ടൈറ്റിൽ പോലെ ഒരു ടെക്സ്റ്റ് അവിടെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് അവിടെ ഒരു ചെറിയൊരു വേ ടു ഹെവ് എന്നുള്ള ടെക്സ്റ്റ് ഞാൻ അവിടെ എഴുതി കൊടുക്കുകയാണ്. എഴുതി കൊടുത്തിട്ട് ജസ്റ്റ് അതിലേക്ക് ചെറിയൊരു കളറും അതുപോലെ ചെറിയൊരു ഷേഡോ കളറും പിന്നെ അതിന്റെ കൂടെ ഒരു ആനിമേഷൻ എഫക്റ്റും പിന്നെ നല്ലൊരു ഫോണ്ട് സ്റ്റൈലും ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ പെട്ടെന്ന് ആക്കുകയാണ്, കാരണം ഇതൊക്കെ അറിയണത് തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ ഈ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇനി ചെയ്യുന്നത് ഇതിലേക്ക് ചെറിയ കളർ ഗ്രേഡിന് വേണ്ടിയിട്ട് ഫിൽറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നല്ലൊരു ഫിൽറ്റർ അവിടെ ആഡ് ചെയ്യലാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഞാൻ ആഡ് ചെയ്ത മാതിരിയുള്ള ഒരു മൂടി ടൈപ്പിലുള്ള ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബെർലിൻ പറഞ്ഞിട്ടുള്ള ഒരു ഫിൽറ്റർ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ വീഡിയോക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫിൽറ്റർ നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയാൻ ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയൊരു ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഗ്ലോ എഫക്റ്റ് നിങ്ങൾക്ക് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഒരു ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ട്രെൻഡിങ്ങിൽ തന്നെ ആയിട്ട് കളർലെസ് ഷേഡോ എന്നുള്ളത്. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് നിങ്ങൾ അതിന്റെ അറ്റ്മോസ്ഫിയർ എന്നുള്ളത് നിങ്ങൾ 100 ആക്കി കൊടുക്കുക. പിന്നെ അതിന്റെ സ്പീഡ് എന്നുള്ളത് നിങ്ങൾ മാക്സിമം 0 ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ അതിന്റെ ഗ്ലോയും പിന്നെ അതിന്റെ റേഞ്ചും ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ വീഡിയോത്തെ സ്കൈക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഗ്ലോ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മേലത്തെ ഒരു ഓപ്ഷൻസിൽ കളർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്ലോ എഫക്റ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞത് നമ്മുടെ വീഡിയോസിന് താഴെ ഭാഗത്ത് നമുക്ക് അതിനൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ടുവരാനാണ്. അപ്പോൾ അതിനായി ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജ് താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കറക്റ്റ് ഒരു ബ്ലാക്ക് ഇമേജ് നിങ്ങളുടെ വീഡിയോയിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ബ്ലാക്ക് ഇമേജ് നിങ്ങളുടെ വീഡിയോന്റെ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ അതിന്റെ ഒരു ലെയറിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ഒന്നാമത്തെ ഹൊറിസോണ്ടൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ ഇൻവെർട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ അവിടെ കാണുന്ന ചെറിയൊരു എയർ, ആ എയർ ജസ്റ്റ് ഒന്ന് താഴേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ലൈനും പോയിട്ട് ഒരു ചെറിയൊരു ഫെയ്ഡ് ഭാഗം കിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു ബ്ലാക്ക് ഇമേജിന്റെ സൈഡ് ഭാഗം. എന്നാൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നമ്മുടെ വീഡിയോന്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോന്റെ താഴത്ത് നമുക്ക് ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു എഫക്റ്റ് ഒക്കെ നമ്മുടെ വീഡിയോയിലേക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രാവലിന്റെ റീൽ വീഡിയോ ഇവിടെ മേക്കിംഗ് കൂടെ ഫിനിഷിംഗ് ആകും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ട്രാവൽ വീഡിയോ മേക്ക് ചെയ്തെടുക്കാൻ മനസ്സിലാവുമെന്ന് വിചാരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഇപ്പോൾ ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസ് വീഡിയോസിനൊക്കെ ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ അവിടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.